ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഹൃദയം അതെപ്പോഴും തുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒറ്റ വാക്കേ അതിന് പറയാനുള്ളൂ, സ്നേഹം. നമ്മുടെയും ഹൃദയം അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ സ്നേഹിക്കണം, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടണം. സ്നേഹത്തെ പരിശുദ്ധമായ സ്നേഹമാക്കുമ്പോൾ ഹൃദയം തിരുഹൃദയമാകും. നാം എല്ലാം കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി അമ്മയുടെ ഹൃദയം പിഴുതെടുത്തു കൊണ്ടുപോകുന്ന മകൻ്റെ കാലുകൾ കല്ലിൽ തട്ടുമ്പോൾ അമ്മയുടെ ഹൃദയം അവനോട് ചോദിക്കുകയാണ്, മകനെ, നിനക്ക് വേദനിച്ചോ എന്ന്. സ്നേഹത്തിനു വേണ്ടി ഹൃദയങ്ങളെ സ്വന്തമാക്കുവാൻ എന്തും ചെയ്യുന്ന ഒരു തലമുറ. നമുക്ക് മുൻപിൽ വെല്ലുവിളിയാണ് ഈശോയുടെ തിരുഹൃദയം. 33 വയസ്സുകാരൻ്റെ ഹൃദയം തുടിച്ചതും കുത്തിത്തുറക്കുവാൻ അനുവദിച്ചതും ഇന്നും പരിശുദ്ധ കുർബാനയിൽ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി അവൻ കാത്തിരിക്കുന്നതും ഹൃദയങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ മാർഗമാണ് വ്യത്യസ്തം. ജനിച്ച നിമിഷം മുതൽ അലച്ചിലുകളും അവഗണനകളും തിരസ്കരണങ്ങളും നേരിട്ട ഹൃദയം. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന ഹൃദയം. ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചവരെല്ലാം ഉപേക്ഷിച്ചപ്പോഴും തിരിച്ചുവരും എന്ന ഉറപ്പോടുകൂടെ അവരെ ചേർത്ത് പിടിച്ച ഹൃദയം. അപരന്റെ വേദനകളിൽ സൗഖ്യം പകർന്ന ഹൃദയം. കുരിശിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ചു. എന്നിട്ടും അവസാന നിമിഷം ഹൃദയം കുത്തിത്തുറക്കാൻ വന്നവനും പുതുജീവൻ പകർന്ന ഹൃദയം. സാധ്യമല്ലെന്ന് തോന്നുമ്പോഴും നിരാശയിൽ മുങ്ങിത്താണ് മടുത്തു എന്ന് തോന്നുമ്പോഴും ഇതെല്ലാം അനുഭവിച്ചിട്ടും ശാന്തമായിരിക്കുന്ന ഹൃദയത്തിൽ ഏറ്റമുറിപ്പാടുകളെല്ലാം തുന്നിക്കൂട്ടി അടച്ചിടാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കടന്നു ചെല്ലുക. അവൻ പറയും, കൂടെ ഞാനുണ്ട്. അപ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയവും മന്ത്രിക്കും, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഓർക്കണം, നാം കൈപ്പേറിയതൊക്കെയും മാധുര്യമുള്ളതാക്കിയതാണ് തിരുഹൃദയം.